നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രിസൈസ് ട്യൂഷൻ സെന്റർ വെള്ളിയൂരിൽ വിക്ടറി ഡേ സംഘടിപ്പിച്ചു. നച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി കൊട്ടാരക്കൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷമായി ആയിരങ്ങൾക്ക് വിദ്യയും വഴികാട്ടിയുമായി ഉന്നതങ്ങളിലെത്തിച്ച് വെള്ളിയൂരിലെ സമാന്തര വിദ്യാലയമായ പ്രഷ്യസ് ട്യൂഷൻ സെന്ററിന്റെ വിക്ടറി ഡേ വെള്ളിയൂരിൽ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ മനോജ് പാലയോട്ട് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. രമേശൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി കൊട്ടാരക്കൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ ഇടപെടിക്കാൻ കഴിഞ്ഞ ഒരു പ്രവർത്തനമാണ് പ്രിസൈസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും നമുക്കറിയാം, ഒരു അധ്യയന വർഷം കൂടെ കടന്നു പോകാൻ ഇരിക്കുന്ന ഒരു സമയമാണിത്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി SSLC പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തന്നെ എല്ലാവരും നല്ല പഠന നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ പരീക്ഷയ്ക്ക് തയ്യാറായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരായാലും സ്കൂളിലെ അധ്യാപകരായാലും തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടിത്തരാനുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാവരും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ആയാലും നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് നമ്മുടെ SSLC പുസ്തകമായിരിക്കും. അപ്പം ആ ഒരു പുസ്തകത്തിൽ വളരെ അഭിമാനത്തോടെ എവിടെയും എടുത്ത് കാണിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ബിജു കാവിൽ മുഖ്യാതിഥിയായി. കണക്കുകളാവേണ്ടതുണ്ട്. അതിലെ കൂട്ടലും കീഴ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രതീക്ഷയും സ്വപ്നവുമാണെന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ ക്ലാസ് മുറിയിൽ ഇരിക്കേണ്ടത്. അതുകൊണ്ട് ഉന്നത വിജയം നേടുമ്പോൾ നമ്മൾ അഭിമാനിക്കേണ്ടതുണ്ട്. അഭിമാനിക്കേണ്ടതുണ്ട്. നമ്മൾ നേടുന്നത് അത്രയും ജീവിതത്തിലെ വിജയങ്ങളാണെന്നുള്ള തിരിച്ചറിവുണ്ടാവേണ്ടതുണ്ട്. എനിക്കപ്പോൾ ഓർമ്മ വരുന്നത് അക്കിത്തത്തിൻ്റെ ഒരു കവിതയാണ്. ആരാവണം എന്നുള്ളൊരു കവിതയുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കൂളിലെ ഞാൻ പഠിപ്പിക്കുന്ന ചെറിയ കുട്ടികളോട് ആരാവണം എന്ന് ചോദിച്ചാൽ പോലും അവർക്ക് കൃത്യമായൊരു ഉത്തരവുണ്ട്, ആരാവണം. നഴ്സറി പഠിക്കുന്ന കുട്ടിക്ക് പോലും ആരാവണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ആ ഒരു കാലത്ത് ഈ കവിത വളരെ പ്രസക്തമാവുകയാണ്. എനിക്ക് എഞ്ചിനീയർ ആവണമെന്നും എനിക്ക് ഡോക്ടർ ആവണമെന്നും എനിക്ക് അധ്യാപകനാകണമെന്നും എനിക്ക് പോലീസുകാരനാവണമെന്നും എനിക്ക് പലതും ആവണമെന്നും ചിന്തിക്കുന്ന കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ ഒരു കുട്ടി ഉറക്കം വിളിച്ചു പറയുന്നത് അതൊന്നും ആവണമെന്നല്ല, വേറെയാണ്. കേന്ദ്ര സർക്കാർ നോട്ടറിയായി നിയമിതനായ അഡ്വക്കേറ്റ് പി അനിൽകുമാറിനെ ആദരിച്ചു. തുടർന്ന് SSLC, USS തുടങ്ങിയവർക്കും കലാകാരന്മാർക്കും മൊമെന്റോ നൽകി ആദരിച്ചു. നസീറ ടീച്ചർ, BM ബിജു മാസ്റ്റർ, പ്രകാശൻ വെള്ളിയൂർ, അഷ്റഫ് മാസ്റ്റർ, VK ഭാസ്കരൻ മാസ്റ്റർ, അഭിനന്ദ് മാസ്റ്റർ, അക്ഷയ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡയറക്ടർ ബബീഷ് മരത്തോന ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.